വെൽക്കം ടു സക്സസ് ലൈഫ് 2.0. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭാഗത്തു നിന്നുള്ള 10 ചോദ്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഓപ്ഷൻ എ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാര്? സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാര്? ഓപ്ഷൻ ബി ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദമാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ EMS മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം. ആദ്യ EMS മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ഓപ്ഷൻ സി 11. ഓപ്ഷൻ സി 11. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ 38 ഉൾപ്പെടുന്നവ ഏവ? ജനക്ഷേമം, അസമത്വം ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, മുകളിൽ പറഞ്ഞവയല്ല. ആർട്ടിക്കിൾ 38 മുകളിൽ പറഞ്ഞവ എല്ലാം ഉൾപ്പെടുന്നതാണ്. ജനക്ഷേമം, അസമത്വം ഇല്ലാതാക്കൽ, സാമൂഹിക നീതി എന്നിവയെല്ലാം ആർട്ടിക്കിൾ 38 ഉൾപ്പെടുന്നവയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സീനിയർ സിറ്റിസൺ ആക്ടുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കുക എന്നാണ്. സീനിയർ സിറ്റിസൺ ആക്ടുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കുക. ക്ഷേമം എന്താണ്? അത് നമ്മുടെ 2Kയിൽ പറയുന്നതാണ്. ഏത് ക്ഷേമം? ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Kയിൽ പറയുന്നതാണ്. ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബന്ധു അത് C2Gയിൽ പറയുന്നതാണ്. ബന്ധു 2Gയിൽ പറയുന്നതാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2Dയിൽ പറയുന്നതാണ്. രക്ഷിതാവ് 2Dയിൽ പറയുന്നതാണ്. കുട്ടികളാണെങ്കിൽ 2Aയിൽ പറയുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ഷേമം 2Kയിലും ബന്ധു 2Gയിലും രക്ഷിതാവ് 2Dയിലും കുട്ടികൾ 2Aയിലുമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ആറാമത്തെ ചോദ്യം, പോക്സോ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് എങ്ങനെ? പോക്സോ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത്. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോർണി ജനറലിൻ്റെ കാലാവധി എത്രയാണ്? അറ്റോർണി ജനറലിൻ്റെ കാലാവധി ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല. അറ്റോർണി ജനറലിൻ്റെ കാലാവധി ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല. എട്ടാമത്തെ ചോദ്യം, PK തുങ്കൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം. ആ പ്രസ്താവന ശരിയാണ്. ജില്ലാ പരിഷത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തണം. ആ പ്രസ്താവന തെറ്റാണ്. വനിതാ സംവരണം നിർബന്ധമാക്കണം. ആ പ്രസ്താവന ശരിയാണ്. പഞ്ചായത്തി രാജ് സമിതികളുടെ കാലാവധി 5 വർഷമാക്കണം. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ PK തുങ്കൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം, വനിതാ സംവരണം നിർബന്ധമാക്കണം, പഞ്ചായത്തി രാജ് സമിതികളുടെ കാലാവധി 5 വർഷമാക്കണം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി ഉപഭോക്തൃ സംവരണം എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ലോകത്ത് ആദ്യമായി ഉപഭോക്തൃ സംവരണം എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി ജോൺ എഫ് കെന്നഡിയാണ് ലോകത്ത് ആദ്യമായി ഉപഭോക്തൃ സംവരണം എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്.
10ാമത്തെ ക്വസ്റ്റ്യൻ, സോളിസിറ്റർ ജനറലിന്റെ ഓഫീസിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനം എന്താണ്? സോളിസിറ്റർ ജനറലിന്റെ ഓഫീസിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനം എന്താണ്? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ, ഭരണഘടനയിൽ നേരിട്ട് പരാമർശമില്ല. സോളിസിറ്റർ ജനറലിന്റെ ഓഫീസിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനം ഭരണഘടനയിൽ നേരിട്ട് പരാമർശമില്ല. അപ്പോൾ നിങ്ങൾക്ക് 10ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.